നീ കരഞ്ഞ ഇടം നിന്നെ വിജയിപ്പിക്കും. നീ കരഞ്ഞ ഇടം നിന്നെ മാനിക്കും. നീ നിലവിളിച്ച ഇടം നിന്റെ ചോര പൊടിഞ്ഞു വീട്. നീ ദൈവസന്നിധിയിൽ അലറിക്കൂവിയ ഒരു വീടുണ്ടോ? നീ അലറിക്കൂവി കരഞ്ഞ ഒരു വീടുണ്ടോ? നീ എഴുതി വെച്ചോ, ആ വീടിനെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. നീ നിലവിളിച്ച ഒരു ദേശമുണ്ടോ? ആ ദേശത്തെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. സകല ശക്തികളും നിനക്കെതിരെ തിരിഞ്ഞ ഒരു പ്രദേശമുണ്ടോ? ആ പ്രദേശത്ത് എന്റെ ദൈവം നിന്നെ തല ഉയർത്തി പിടിപ്പിക്കും. നീ ആയിരിക്കുന്ന ആലയത്തിൽ, നീ ആയിരിക്കുന്ന സഭയിൽ നീ ഒരു അനുഗ്രഹമായി നിൽക്കുകയല്ലേ? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആരൊക്കെയോ നിന്നെ ചതച്ചിട്ടുണ്ട്, ആരൊക്കെയോ നിന്നെ തകർക്കാൻ നോക്കിയിട്ടുണ്ട്, ആരൊക്കെയോ നിന്നെ ഉടയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ ചതച്ചാൽ, ഓ ഒലിവിനെ എത്ര ചതച്ചാലും, അതിന്റെ കായ എത്ര തിരുമിയാലും അതിനകത്തുനിന്ന് എണ്ണ വരും. എണ്ണ നിലത്തു വീണ ഗത്സമന. ആ ഗത്സമനയിൽ നിന്ന് തന്നെയാണ്, ആ ഒലിവുമലയിൽ നിന്ന് തന്നെയാണ്. ഇറ്റ്സ് എ വെരി സ്മോൾ പ്ലേസ്. പോയി കണ്ടിട്ടുള്ളവർക്കറിയാം. ആ പ്രദേശത്ത് നിന്ന് തന്നെയാണ് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അതേ ഒലിവുമല. ഇനി സ്വർഗമെന്റെ സിംഹാസനമെന്നും ഭൂമി എന്റെ പാദപീഠമെന്നും അരുളി ചെയ്തവൻ, ആണിപ്പഴുതുള്ള കാലുകൾ ഈ ഭൂമിയിൽ വീണ്ടും രാജാതിരാജാവായി വന്ന് കുത്തി നിൽക്കാൻ പോകുന്നത് മൗണ്ട് ഒലിവ്സ്.